ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GN&GJയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയാണ് കുക്കർ ബിരിയാണി. കുക്കർ ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ നെയ്യും ചൂടാക്കിയതിനു ശേഷം 2 പട്ട, 4 ഗ്രാമ്പൂ, 2 ബേ ലീഫ്, 1 ജാതിക്ക ചേർത്ത് 2 മിനിറ്റ് സോട്ട് ചെയ്തതിനു ശേഷം ചെറുതായി അരിഞ്ഞ 2 സവാള ചേർത്ത് വഴറ്റാം. സവാള നിറം മാറി വരുമ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പൊടിയായി അരിഞ്ഞ 6 പച്ചമുളകും ചേർത്ത് വഴറ്റാം. എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരുമ്പോൾ ചെറുതായി അരിഞ്ഞ 2 തക്കാളിയും ചേർക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞതിനു ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മിക്സ് ആക്കണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് മിക്സ് ആക്കിയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കാൻ വേണ്ടി കുക്കർ 2 മിനിറ്റ് മൂടി വെച്ച് തുറക്കാം. മുഴുവനും അടയ്ക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഇതുപോലെ ഒന്ന് കവർ ചെയ്താൽ മതി. ഇതുപോലെ 2 പ്രാവശ്യം മൂടി വെച്ച് എടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. മസാല ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരുമ്പോൾ 1 കപ്പ് തൈര് ചേർത്ത് മിക്സ് ആക്കാം. ബിരിയാണിക്കായി ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് കൈമ അരിയാണ്. കൈമ അരി 1.5 കപ്പ് എടുത്ത് ആദ്യമേ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലോട്ട് ചേർത്ത് മിക്സ് ആക്കാം. കൈമ അരിക്ക് പകരം ജീര റൈസോ ബസ്മതി റൈസോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് 1/2 നാരങ്ങ നീരും 2 കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യാം. 1 കപ്പ് അരിക്ക് 1/4 വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി 1 കപ്പ് പുതിന ഇലയും 1 കപ്പ് മല്ലിയിലയും 1.5 ടീസ്പൂൺ നെയ്യും ചേർത്ത് മിക്സാക്കി കുക്കറിലോട്ട് മൂടി വെച്ച് 1 വിസിൽ വരും വരെ പാകം ചെയ്യണം. ഒരു വിസിൽ വന്നു കഴിഞ്ഞു. പെട്ടെന്ന് കുക്കർ തുറക്കരുത്. 15 മിനിറ്റിന് ശേഷം കുക്കർ തുറന്നാൽ മതി. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. ചോറൊക്കെ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ചിക്കനും നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറും ചിക്കനും ഒക്കെ അടി പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുക്കർ ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് കണ്ടല്ലോ. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.